ദൈവവചന പ്രകാരം പിശാചിന്റെ തലയെ തകർത്ത് കളഞ്ഞു. കൊളോസ്യ ലേഖനം 2 പറയാണ്, അവൻ വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ചു, പരസ്യമായി കാഴ്ചയാക്കി ക്രൂശിൽ വെച്ച്. എവിടെ വെച്ച്? ക്രൂശിൽ വെച്ച് അവരുടെ മേൽ ജയ ഉത്സവം കൊണ്ടാടി. ശ്രദ്ധിക്കുക, കർത്താവിന്റെ ക്രൂശ് കർത്താവിന്റെ പരാജയമാണെന്ന് പറയുന്ന ഒരു കൂട്ടർ എവിടെയൊക്കെയോ പ്രസംഗിച്ച് നടക്കുന്നത് കേട്ടു. സ്തോത്ര. അതുകൊണ്ട് ക്രൂശ് പ്രസംഗിക്കണ്ട, പക്ഷെ അതൊക്കെ അറിവില്ലാത്തത് കൊണ്ടാണ്. ശ്രദ്ധിക്കുക, കർത്താവിന്റെ ക്രൂശ് കർത്താവിന്റെ പരാജയമല്ല, കർത്താവിന്റെ ക്രൂശാണ് യൂണിവേഴ്സ് കണ്ട ഏറ്റവും വലിയ വിജയം. മനസ്സിലായോ? ക്രൂശിൽ വെച്ച് വാഴ്ചകളെയും അധികാരങ്ങളെയും എവിടെ വെച്ച്? വാഴ്ചകളെയും ക്രൂശിൽ വെച്ച്. മനസ്സിലാവുന്നുണ്ടോ? വേറെ എവിടെയും വെച്ചല്ല, ക്രൂശിൽ വെച്ചാണ് ആയുധവർഗം വെപ്പിച്ചേ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ പ്രിയ ദൈവത്തിന് ക്രൂശ് പരാജയമല്ല, ക്രൂശ് ചരിത്രം ഇന്ന് വരെ കണ്ടുള്ള ഏറ്റവും വലിയ വിജയമാണ്. മനസ്സിലായോ? സ്തോത്ര. നമ്മൾ അതിനെക്കുറിച്ച് 3 ലെവൽസ് ഓഫ് വിസ്ഡം ദൈവം അനുവദിക്കുന്ന അടുത്ത ക്ലാസ്സുകളിൽ എടുക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാകുവാനിടയാകും. അങ്ങനെ ക്രൂശിൽ വെച്ച് കർത്താവ് വിജയമെടുത്തപ്പോൾ പിതാവായ ദൈവം പിശാചിന് കൊടുത്ത പ്രോമിസിന്റെ 1-ാം ഭാഗം നിറവേറി. സ്തോത്രം. പക്ഷേ 2-ാം ഭാഗം ഇതുവരെ നിറവേറിയിട്ടില്ല. എന്താണ് 2-ാം ഭാഗം എന്ന് നമ്മൾ നാളെ മനസ്സിലാക്കും. ഈ 2-ാം ഭാഗം നിറവേറ്റേണ്ടത് കർത്താവല്ല, നമ്മളാ. മനസ്സിലായോ? 2-ാം ഭാഗം നിറവേറ്റേണ്ടതാണ് പർപ്പസ് ഓഫ് ദ ചർച്ച്. അത് ചർച്ച നടത്തിക്കൂടാ. 2-ാം ഭാഗം അത് നിറവേറ്റണം. നമ്മൾ ദൈവം അനുവദിക്കുന്ന നാളെ ആ ഭാഗത്തെ കൂടുതലായിട്ട് ചിന്തിക്കും. തുടർന്ന് അത് നമ്മൾ നിറവേറ്റി കഴിഞ്ഞാൽ തുടർന്ന് നോക്കിയേ, പിന്നെ 1000 വർഷ ഭരണം കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ടൈം ഓഫ് പീസ്, സമാധാനത്തിന്റെ സമയമാണ്. പക്ഷെ ഇപ്പോ സമാധാനത്തിന്റെ സമയമല്ല. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം അല്ല തരുന്നേ, വാള തരുന്നേ. കാരണം ഇപ്പൊ സമാധാനത്തിന്റെ സമയമല്ല. സ്തോത്ര. യുദ്ധം നടക്കുന്ന ഏതെങ്കിലും രാജ്യത്ത് സമാധാനം ഉണ്ടാവോ? ഒരു സമാധാനം ഇല്ല. അവിടെ യുദ്ധമാ. യുദ്ധം കഴിഞ്ഞ് ശത്രുവിനെ തോൽപ്പിച്ച സമാധാനമായി. ഇപ്പോ ശത്രുവിനെ തോൽപ്പിച്ചിട്ടില്ല, അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. അതിനുശേഷം 1000 വർഷം ടൈം ഓഫ് പീസ്. അതിനുശേഷം പുതിയ ആകാശം, പുതിയ ഭൂമി, തുടർന്ന് പുതിയ യെരൂശലേം സ്വർഗത്തിൽ നിന്ന്. നമ്മൾ സ്വർഗത്തിൽ പോയി ജീവിക്കാനല്ല പോണേ, പകരം സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. മനസ്സിലായോ? ദൈവം നമ്മോടുകൂടെ വസിക്കും. പിന്നെ നമ്മൾ ആ പുതിയ ആകാശം പുതിയ ഭൂമിയിൽ നമ്മൾ ജീവിക്കുക. എറ്റർണിറ്റി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇതിന്റെ ഇടയിലെ ചെറിയൊരു പാർട്ടാണ് സമയം. ഈ സമയത്താണ് ഈ വലിയ പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രൊജക്ട് നടക്കുകയാണ്. ഈ പ്രൊജക്ടിന്റെ ഓരോരോ ഭാഗങ്ങളാണ് നാം ഓരോരുത്തരും. ഇനി നമ്മുടെ ഭാഗങ്ങൾ എന്താണെന്നുള്ള ആ പർട്ടിക്കുലർ ഭാഗത്തേക്ക് നമ്മൾ വീണ്ടും ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ക്ലാസ് അകത്തേക്ക് കയറുന്നതോറും നമ്മൾ ഇനി ഇങ്ങോട്ടേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതിന്റെ ഉള്ളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ ഭാഗമൊക്കെ നമ്മൾ തൽക്കാലം വിടും. ഇപ്പൊ നമ്മൾ ആ ഭാഗത്തേക്ക് ഒരു ഐഡിയ സ്വർഗത്തിലേക്ക് നമുക്ക് തരുവാനിടയായി. ഇത് നമ്മുടെ പാർട്ടിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ തയ്യാറാണോ? സ്തോത്രം. കരങ്ങളെ അടിച്ച് കർത്താവിനെ വീണ്ടും സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ജീസസ്. ഹല്ലേലൂയ. കർത്താവ് ആരെങ്കിലും ഒരാൾ പുറകിരിക്കുന്ന വെച്ചൂർ സഭയിൽ നിന്ന് വന്നിരിക്കുന്ന കർത്താവ് വന്ന് കം ഫോർ ദ പ്രയർ. കണ്ണുകളുണ്ടാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനത്തെ ഒരു നിമിഷം നമുക്ക് ധ്യാനിച്ചുകൊണ്ട് അവിടുന്ന് പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള പദ്ധതികളെ കുറിച്ച് ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നല്ലോ. അത് ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിക്ക് അതീതമായിരിക്കുന്ന പരിജ്ഞാനവും പരിശുദ്ധാത്മാവിന്റെ സഹായവും ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഒരു ലേണർ ബോർഡ് വെച്ച് ഓടുന്ന വാഹനമാണ്. ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും ഞങ്ങൾ ആ ബോർഡ് ഞങ്ങളുടെ മേൽ വെച്ചിരിക്കണം. ഞങ്ങൾ ആരും പഠിച്ചു തികഞ്ഞവരല്ല. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദവിദ്യാർത്ഥികൾ മാത്രമാണ്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള മർമ്മങ്ങൾ ശിശുക്കളെ പോലെയുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും എന്നരുളി ചെയ്തവനെ,
ഞങ്ങൾക്ക് അവയെ വെളിപ്പെടുത്തി തരുന്നതോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. അവിടുത്തെ ദാസനെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും കർത്താവിന്റെ ആ പദ്ധതികളെ കുറിച്ച് ഗ്രാഹ്യമുള്ളവരായി ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഇപ്പോൾ നോക്കേണ്ടവരല്ല, പിന്നെയോ കർത്താവിനെ പ്രതി ജീവൻ കൊടുക്കേണ്ടവരും ഞങ്ങൾക്ക് വച്ചിരിക്കുന്ന നിത്യതയിലുള്ള ജീവന് വേണ്ടി ഞങ്ങൾ യോഗ്യരാക്കപ്പെടേണ്ടവരുമാണ് എന്നുള്ള സത്യങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കടന്നു വന്നവരെ എല്ലാവരെയും ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാം കർത്താവിന്റെ കൃപയിൽ അനുഗ്രഹമായി തീരട്ടെ. ഇതിന്റെ പ്രാരംഭമായിട്ട് കർത്താവ് ഇത്രത്തോളം സഹായിച്ചു. ഇനി തുടർന്നുള്ള കാര്യങ്ങൾക്കായിട്ട് ഞങ്ങളെ ഒരുക്കണം. ഒരു ദാസനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ആമേൻ. നമുക്ക് ഭക്ഷണങ്ങൾ ഒരുക്കിയിരിക്കുന്നതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് ദൈവമേ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അവിടുന്ന് ഇവിടെ ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഭക്ഷണങ്ങൾക്കായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനെ അനുഗ്രഹിക്കണം. ഒരുക്കിയ കരങ്ങളെ അനുഗ്രഹിക്കണം. അത് ഭക്ഷിച്ച് ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലും സ്നേഹത്തിലും ഞങ്ങൾ ജീവിക്കട്ടെ. തിരുനാമം മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ. പെട്ടെന്ന് കടന്നുപോയി നല്ല പിതാവ്, തുടർന്ന് അങ്ങയുടെ ദാസനെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്. അങ്ങയുടെ അരുളപ്പാടുകൾ അങ്ങയുടെ ദാസനിലൂടെ സംസാരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥനയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നല്ല പിതാവേ, അടിയുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ പ്രയോജനകരമായി തീരുവാൻ അങ്ങയുടെ തിരുഹിതം ഞങ്ങൾ ഭൂമി നിവർത്തിക്കുവാൻ തക്കവണ്ണം കർത്താവേ, ഞങ്ങളുടെ ചിന്തകളെ അത് ഒരുക്കുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. എല്ലാ നന്മകൾക്കുമായി സ്തോത്രം. മഹത്വമെല്ലാം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടി പാടാം. യേശു
താഴത്തിലേക്ക് വളരുവാൻ Holy God. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാനാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവം പ്രവർത്തിക്കുവാൻ, എന്റെ ദൈവത്തിന്റെ തിരുഹിതം എന്നിലൂടെ ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുവാൻ കർത്താവേ എന്നെ താഴ്മയോടെ അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുകയാണ്. എന്നോട് സംസാരിക്കണമേ. എന്റെ ഉയർച്ചകളെല്ലാം ഞാനിതാ തകർക്കുന്നു പിതാവേ. എന്റെ അറിവുകളെല്ലാം ഞാനിതാ താഴെ ഇടുന്നു പിതാവേ. അങ്ങയുടെ വചനത്തിൽ നിന്നുള്ള അങ്ങയുടെ അറിവ് എനിക്ക് തരണമേ. സ്വർഗത്തിൽ 24 മൂപ്പന്മാർ ആരാധിച്ചപ്പോൾ തങ്ങളുടെ കിരീടങ്ങൾ താഴെ ഇട്ടതുപോലെ എന്റെ എല്ലാ കിരീടങ്ങളും ഇതാ ഞാൻ താഴെ ഇടുകയാണ്. ഇസ്രായേലിന്റെ മഹാരാജാവായ ദാവീദ് അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോൾ കിരീടങ്ങളും രാജവസ്ത്രങ്ങളും മാറ്റി താഴ്മയോടെ ഇറങ്ങി വന്നതുപോലെ ഇതാ ഞാനും വരികയാണ് കർത്താവേ. എന്നോട് സംസാരിക്കണമേ. അങ്ങെന്ത് പറഞ്ഞാൽ അനുസരിക്കുവാൻ തയ്യാറുള്ള ഹൃദയവുമായി ഇതാ അങ്ങയുടെ മുമ്പിൽ താഴ്മയോടെ ആയിരിക്കും. എന്നെ നയിച്ചാണ്. എന്റെ അടുത്തിരിക്കുന്ന സഹോദരങ്ങളെയും സഹോദരിമാരെയും നയിച്ചാട്ടെ കർത്താവേ. ഞങ്ങൾ ഐക്യതയോടെ ഒരു ശരീരമായി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. കുറവുകളെല്ലാം ഞങ്ങൾ ക്ഷമിക്കുകയാണ്. സാഹചര്യങ്ങളെല്ലാം ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു കർത്താവേ. അങ്ങയുടെ ഭൃത്യന്മാരോട് അങ്ങ് സംസാരിക്കാൻ പോകുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അവരുടെ ഹൃദയങ്ങളെ അങ്ങ് തുറന്നു കൊടുത്താട്ടെ. നാവിന്റെ ഉത്തരേഹോൽ വരുന്നുള്ള വചനപ്രകാരം അടിനെയും താഴ്മയോടെ ഏൽപ്പിക്കുകയാ. ഒരു വാക്ക് എന്റെ വായിൽ വരുന്നതിന് മുമ്പ് അത് അങ്ങ് അറിയുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. അനുഗ്രഹീതരായ ദൈവദാസന്മാരെ അങ്ങ് സഭയിടുന്ന് ഒരുക്കി അങ്ങ് പറഞ്ഞയക്കാൻ പോകുന്നതിനായി സ്തോത്രം. അവർ പിശാചിന്റെ രാജ്യത്തിനൊരു ഭീഷണിയായി ദൈവഹിതം ഭൂമിയിൽ നിവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരികയാണ് യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രഭാതത്തിൽ സന്തോഷത്തോടെ ആയിരിക്കുന്നല്ലോ. പ്രൈസ് ഗോഡ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും, മാനിക്കും ചെയ്യട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. വലിയ കാര്യങ്ങൾ കർത്താവിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. ഹല്ലേലൂയ.